നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലേന്ദ്രൻ ഗംഗാധരനോട് പറഞ്ഞു, അതെ എനിക്കറിയണം, അലീനയുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് അറിയണം, അത് ഗംഗേട്ടൻ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എന്തിനാ ബാലേന്ദ്ര വെറുതെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇനി കുത്തിപ്പോക്കേണ്ട കാര്യമുണ്ടോ? അതെ, ഗംഗേട്ടന് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം തുടങ്ങുന്നുള്ളെന്ന് പറഞ്ഞു. പറ, അലീനയുടെ അച്ഛൻ്റെ പേരെന്താ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, കൊട്ടാരം പരത്തിൽ അവധ കുട്ടിയുടെ മകൻ സ്റ്റാൻലി അല്ലേ, അയാളല്ലേന്ന് ചോദിച്ചു. കേരള സ്റ്റാൻലി ജോസഫ് അയാളുമായിട്ടായിരുന്നല്ലേ ഈ പറയുന്ന ബൈജയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നേ. അങ്ങനെ ഹലീനയുടെ അച്ഛൻ, എനിക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇപ്പം എന്താ തോന്നണമെന്നറിയാവോ? ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, ദേ ബാലേന്ദ്ര, നീ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ, നിൻ്റെ ഹെൽത്തും കാര്യങ്ങളും അത്ര ശരിയല്ല, നീ മെഡിസിനൊക്കെ എടുക്കുന്ന ആളല്ലേ, അപ്പം പിന്നെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അത് ഗംഗേട്ടന് ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്നതായിരിക്കും, പക്ഷേ ഇതങ്ങനെയില്ല, ഇതെൻ്റെ ജീവിത പ്രശ്നം. 10-23 വർഷക്കാലം വളരെ നൈസായിട്ട് ഗംഗേട്ടൻ്റെ പെങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നെ അങ്ങോട്ട് തേച്ചൊട്ടിച്ചു, എന്നെ വഞ്ചിച്ചു. എന്നിട്ടോ ഇപ്പം അവളെന്നിട്ട് വലിയ പുണ്യാളത്തി ചമഞ്ഞോണ്ട് നടക്കുക, ഞാനേതോ വലിയ തെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ കാണുകയും കേൾക്കുമ്പോൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പക്ഷേ ശരിക്കും ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത് ഗംഗേട്ട. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന രീതി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, എന്തിനാ ബാലേന്ദ്രൻ ഇങ്ങനെ വെറുതെ എഴുതപ്പുറം വായിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്ത കാര്യമല്ലേ, അതേ ആയിരിക്കും അത്. പക്ഷേങ്കിൽ ഗംഗേട്ടനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അറിയാലോ ബൈജയുടെ സ്വഭാവം അറിയാലോ, അവളിപ്പോൾ വീട് വിട്ടു പോകാൻ പോവാ. അവൾക്ക് ഇപ്പം വേണ്ട ഒരു ആവശ്യം എന്താണെന്നറിയോ? അലീനെ അവിടെ നിന്ന് പറഞ്ഞു വരണം, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അവൾ ആ വീടിൻ്റെ പടി ചവിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി അവളിപ്പോൾ പോയിരിക്കുന്ന കൊല്ലപ്പള്ളി വീട്ടിലേക്കാണെന്നറിയാലോ, ഇനിയിപ്പോൾ അവിടുന്ന് അവൾ പോകുന്ന പറയണേ. അലീനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ പാമ്പ് പിടിച്ചാൽ പെങ്കൊച്ച് എന്ത് തെറ്റ് ചെയ്തു? അതിന് മാത്രം ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ല. അവൾ ആ വീട് വിട്ടു പോകാൻ തയ്യാറായിരിക്കും അലീന. അവൾ പറയുന്ന കാര്യം എന്താണെന്നറിയോ? അവളുടെ അമ്മ ആ വീട്ടിലേക്ക് തിരികെ വരണമെന്ന്, ഞാനും അവളുടെ അമ്മയുമായിട്ട് നല്ലൊരു ജീവിതം ഉണ്ടായിരിക്കണമെന്ന്. അതിന് ഈ ജന്മത്തിലുണ്ടാവുമെന്ന് ഗംഗേട്ടന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷെ അവൾ ആ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ സെക്കൻഡ് ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും. അവൾ ആരുടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കിനിയിപ്പോൾ മേല് കീഴ് നോക്കാനില്ല ഗംഗേട്ട. ബാലേന്ദ്ര പ്ലീസ്, നീ ഇങ്ങനെയൊന്നും പറയരുത്. അറിയാലോ വൈജയുടെ കാര്യം. നിങ്ങൾക്ക് അന്നും വൈജയുടെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ലേ ചിന്തയുള്ളൂ. ഞാനും ഒരു മനുഷ്യനാ ഗംഗേട്ട. ഞാൻ എൻ്റേതല്ലായിരുന്നിട്ട് കൂടി അവൾ എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് കള്ളക്കഥയൊക്കെ ഉണ്ടാക്കി. എന്തിനാന്ന് നിനക്കറിയാലോ? അവൾക്ക് മുടിഞ്ഞ സംശയമായിരുന്നു എന്നെ അവളെയും വെച്ചിട്ട്. അവളുടെ മോളാന്ന് അവൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവൾ എന്തൊക്കെയോ കള്ളക്കഥകളെ പറഞ്ഞു വരുത്തിയെന്നറിയോ? ഞാനും അവളും തമ്മിൽ, അലീനയും തമ്മിൽ അഭിഹിത ബന്ധമുണ്ടെന്ന് വരെ. ദൈവദോഷം കിട്ടുന്ന വാക്കുകളൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നേ. പക്ഷേ ഇനി എനിക്കത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന പോലും ഈ പറയുന്ന സ്റ്റാലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അയാളെ കാണാൻ പോകണം. അയാൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗാധരൻ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. വെറുതെ ഗംഗേട്ടൻ കള്ളത്തരം പറയണ്ട. എവിടെയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. സത്യം പറ, അയാൾ എവിടെയുണ്ട്? അല്ല, എന്തിനാ ബാലേന്ദ്രൻ അയാളെക്കുറിച്ച് അന്വേഷിക്കണം? എന്തിനാണെന്നറിയാവോ? അലീനെ അങ്ങോട്ട് വെറുതെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അവൾക്ക് ഉത്തരവാദിത്തമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോട്ടെ. ഇത്രയും നാൾ അമ്മയുടെ അടുത്തല്ലേ നിന്നേ, ഇനിയിപ്പോൾ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അല്ലട്ടെ, അച്ഛനുമായിട്ട് കണ്ടുമുട്ടട്ടെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗംഗാധരൻ പറഞ്ഞു, അത് വേണോ ബാലേന്ദ്ര? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. വേണം, അതേ നടക്കുള്ളൂ. അതില്ലാതെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബാലേന്ദ്രൻ പോകാനായിട്ട് പോകുന്നില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരനും കൂടെ ഇറങ്ങിപ്പോയി. ഗംഗാധരൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ബാലേന്ദ്രനൊരു തീരുമാനം എടുത്തെന്നുള്ള കാര്യം മനസ്സിലായി. ആ സമയത്താണ് ഗോവർദ്ധൻ്റെ വരവ്. ഗോവർദ്ധൻ വന്നിരിച്ചു. അല്ല എന്താ ബാലേട്ടാ? ബാലേട്ടൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ബാറിലേക്ക് വന്നില്ലോ? ഓ അതോ, ഞാൻ ഗംഗേട്ടനുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഗംഗേട്ടൻ വന്നോ? എന്നിട്ട് ഞാൻ കണ്ടില്ലോ. നീ ബാറിൽ പോയ സമയത്താണ് വന്നേ. എന്താ ബാലേട്ടത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അറിയത്തില്ലാത്ത പല കളികളും നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾ? ഗംഗേട്ടനെ കാണാനാണെങ്കിൽ ഗംഗേട്ടൻ്റെ വീട്ടിലേക്ക് പോയാൽ പോരായിരുന്നോ? പക്ഷെ ഇതൊന്നൊന്നുമല്ല, വേറെ എന്തോ ഒരു കാര്യമുണ്ട്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഉണ്ട്, കാര്യമുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. അലീന ആ വീട്ടിൽ നിന്ന് പോവല്ലേ?
ഇത്രയും കാലം അവളുടെ അമ്മയുടെ അടുത്ത് നിന്നു, ഇനി കുറച്ച് നാൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് നിൽക്കട്ടെ. അമ്മയുടെ അടുത്ത് നിന്നോ? എന്തൊക്കെയാ ബാലേട്ട പറയണേ? ബാലേട്ടൻ എന്താ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഗോവർദ്ധ, ഞാൻ എന്തായാലും മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പം എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. ഗോവർദ്ധന് പക്ഷെ ഒന്നും മനസ്സിലായില്ല. വൈജയന്തിൻ്റെ മോള അലീല എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിലില്ല. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കറിയത്തില്ലാത്ത എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, ഇനി എന്തൊക്കെയോ സംഭവിക്കാതിരിക്കുന്നു, നമുക്ക് കാണാമെന്ന് പറഞ്ഞു. ഗോവർദ്ധനാണെങ്കിൽ ഇനി ആലോചിച്ചു, ബാലേട്ടൻ എന്തിനായിരിക്കും ഇത്ര ദൂരേക്ക് വന്നേ? ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യമില്ലാതെ ബാലേട്ടൻ വരില്ലെന്ന് മനസ്സിലായി. അതേ സമയത്ത് അലീനയും രോഹിത്തും ഭവിതയും കൃഷ്ണമോളും എല്ലാവരും കൂടെ പുറത്ത് പോയിരിക്കുമായിരുന്നു. അപ്പം എറണാകുളത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. ലുലു മാളിൽ കൂടെ അവിടെയൊക്കെ പോയി. അങ്ങനെ അവിടെ പോയി പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കുറേ സമയം കഴിഞ്ഞപ്പോൾ മടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ജ്യൂസ് കട കയറി ജ്യൂസൊക്കെ കുടിക്കുകയാണ്. എല്ലാത്തിനും അപ്പം പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് രേവതിക്കുട്ടിയാണ്. അലീനയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും രോഹത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രേസമയും മാമച്ചനൊക്കെ പൈസ നീ കൊടുക്കാവുള്ളൂ, അവരെ കൊണ്ട് ഒരു കാരണവശാലും കൊടുപ്പിക്കരുത്, നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റാണ്, അവരെ വേണ്ടതുപോലെ ട്രീറ്റ് ചെയ്യേണ്ട നമ്മളെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പൈസയൊന്നും കൊടുക്കാനായിട്ട് സമ്മതിക്കാതിരുന്നതും. അങ്ങനെ അവർ ബീച്ചിലൊക്കെ പോയി അവിടെ എല്ലാം പോയി അടിച്ചു പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പില്ലാത്ത അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അലീനയ്ക്കും അതുപോലെ തന്നെ രോഹത്തിനും കൃഷ്ണമോൾക്കും. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. കുടുംബക്കാരുമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പെങ്ങന്മാരോടൊപ്പം പോകാമെന്ന് പറഞ്ഞാൽ അതിൽ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. രോഹത്തിന് ഇങ്ങനെ മുമ്പ് അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയത്തും അലീനയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതെത്ര നാളത്തേക്ക്? ഒരുപക്ഷെ താൻ ഈ വീട് വിട്ടുകൊണ്ട് പോകേണ്ട വരും. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ഇവരുടെ സ്നേഹമൊക്കെ നഷ്ടമാകുമോ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറേ സമയം ഒരു ബീച്ചിലും മാളിലും ഫുഡ് കഴിക്കാനും ഒക്കെ പോയിട്ടാണ് അവർ വീട്ടിലേക്ക് തിരികെ വരുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർ നന്നായിട്ട് ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷ് ആകാനായിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് പോകണം. ഈ സമയം രേവതിക്കുട്ടി മാമച്ചനെ ഗ്രേസമ്മയുടെ അടുത്തേക്കുന്നു. ഗ്രേസമ്മ പോയ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടി പറഞ്ഞു, അടിപൊളിയായിരുന്നു ആൻറ്റി അങ്കിളും കൂടെ വേണ്ടതായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊന്നും ഉഷാറായാനെന്ന് പറഞ്ഞു. മാമച്ചൻ പറയാം, അതിന് നീ ഞങ്ങളെ കൊണ്ടുപോകത്തില്ലല്ലോ. ആര് പറഞ്ഞു? ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തേക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഗ്രേസം പറഞ്ഞു, അതിനിപ്പം നീ പറഞ്ഞില്ലേലും അലീന മോള് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? രേവതിക്കുട്ടി പറഞ്ഞു, ഓഹോ അലീന മോള് ഇപ്പം നമ്മളെയൊന്നും വേണ്ട, പുച്ഛമല്ലേ, പറഞ്ഞിട്ടുണ്ടല്ലോ അലീന മോള്, അതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞു. മാമച്ചൻ പറഞ്ഞു, നിർബന്ധമൊന്നുമില്ല, നിനക്കിനിയിപ്പോൾ ബുദ്ധിമുട്ടാണ് പറഞ്ഞുതരാം, ഞങ്ങളുടെ മോളെ ഇവിടെ നിർത്തിക്കോളാന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ദിവസമായിട്ടുള്ള തരംതിരിവും വ്യത്യാസങ്ങളെന്നൊക്കെ രേവതിക്കുട്ടിയും വെറുതെ പറയാണ്. ഇതേ സമയത്ത് ഗംഗാധരൻ വീണ്ടും ബാലേന്ദ്രനെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രനെ കണ്ട് സംസാരിക്കുന്ന സമയത്താണ് സ്റ്റാലി പുനലൂരുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണേ. അതറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ പറഞ്ഞു, അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ എനിക്ക് അയാളെ കാണണം, അയാളെ കണ്ട് സംസാരിക്കണം. അലീന ഇനി അയാളൊന്നും നോക്കണ്ടേ, സ്വന്തം അച്ഛൻ്റെ അടുത്തല്ലേ അലീന നിൽക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അലീനെ ഞാൻ എന്താണെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വിടാൻ തന്നെ തീരുമാനിച്ചു. അയാളെ വെറുതെ അവളെ വെറും കൈയോടെ എനിക്ക് പുറത്തേക്ക് ഇറക്കി വിടാൻ പറ്റില്ല, സുരക്ഷിതമായൊരു കൈകളിലും വേണം ഏൽപ്പിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, അതൊക്കെ വേണോ ബാലേന്ദ്ര? വേണമെന്ന് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗോവർദ്ധനാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ബാലേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നറിയാം. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ കിട്ടേണ്ട വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധനം കൂട്ടി ബാലേന്ദ്രൻ യാത്ര തിരിക്കുകയാണ്. പക്ഷേ എങ്ങോട്ട് എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല. പോകുന്ന വഴിക്ക് ബാലേന്ദ്രനോട് ഗോവർദ്ധനം കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. നമ്മളെന്തിനാണ് പുനലൂർക്ക് പോകുന്നത്? അതെ, അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ എൻ്റെ അമ്മയുടെ ഒരു ആങ്ങളെയൊക്കെ ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം, ചില കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട. അപ്പോൾ അവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ അറിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകുന്നുള്ള കാര്യങ്ങൾ ഗോവർദ്ധനോട് പറഞ്ഞില്ല. തൽക്കാലത്തേക്ക് ഇപ്പോൾ പറയണ്ട, കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല, സമയമാകുമ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തണം. സ്റ്റാലിയെ അച്ഛൻ്റെ അടുത്ത് തന്നെ അവൾ നിൽക്കട്ടെ, അവളുടെ അവകാശമല്ലേ അച്ഛൻ്റെ അടുത്ത് നിൽക്കാന്നുള്ളത്. അങ്ങനെ ബാലേന്ദ്രൻ ആ തീരുമാനങ്ങളൊക്കെ എടുത്താണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.